പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ലൂക്കാസ് വിശേഷം 6-ാം അധ്യായം 28-ാം തിരുവചനം ഒന്ന് വായിച്ചേ. സെന്റ് ലൂക്സ് ഗോസ്പൽ ചാപ്റ്റർ 6 വേഴ്സ് 28. ഈശോ നമ്മളൊരു കാര്യം പഠിപ്പിക്കുക. 6-ാം അധ്യായം 28-ാം തിരുവചനം. അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല, പക്ഷേ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്താൽ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. 6-ാം അധ്യായം 28-ാം തിരുവചനം വായിക്കാം. ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അമ്പോ, പലതകരൊന്ന് ഉയർത്തിപ്പിടിച്ചേ. ചേട്ടന്മാരെ, ചേച്ചിമാരെ, ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. എന്നിട്ട് എൻ്റെ കൂടെ ഒന്ന് ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിച്ചേ. ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ചിലരുടെ ഒച്ചത്തിൽ പറഞ്ഞേ. ചിലരുടെ ഉള്ളിൽ നിന്ന് അതങ്ങോട്ട് വരുന്നില്ല. കാരണം ഇത് പറയാൻ പോലും പറ്റുന്നില്ല. 10 തവണ പറഞ്ഞാൽ തന്നെ ഇത് സംഭവിച്ചോളൂ. ഒച്ചത്തിൽ പറഞ്ഞോളൂ. ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഒന്നും കൂടെ പറഞ്ഞേ. ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരെഴുതിയ സുവിശേഷത്തിലാണ്? വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 6-ാം അധ്യായം 28-ാം തിരുവചനം. നിന്നെ ആരെങ്കിലും ശപിക്കുന്നുണ്ടെങ്കിൽ അവരെ അനുഗ്രഹിച്ച് നീ പ്രാർത്ഥിക്കണം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ. ചിലപ്പോൾ നിന്റെ അയൽവാസികൾ നിന്നോട് പറയും, നിന്നെ വീട്ടിലെ അല്ലേ, നീ നന്നായി അല്ലടാ, നീ ഗുണം പിടിക്കുകയല്ലടാ. അപ്പോൾ ഉടനെ തന്നെ തിരിച്ച് നമ്മൾ എന്ത് പറയും? നീ ഇന്ന വീട്ടിലെ അല്ലേ, നീ ഒരിക്കലും നന്നായി അല്ല. അങ്ങനെ പറയരുത്. മറിച്ച് വചനം പഠിപ്പിക്കുന്നവര് ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ. അനുഗ്രഹിക്കുവിൻ. നമ്മളോട് അയൽവാസികൾ പലതും പറയും. ഒരുപക്ഷെ നമ്മുടെ മരിച്ചുപോയ കുടുംബാംഗങ്ങളെ കുറിച്ചൊക്കെ വരെ പറഞ്ഞു കളയും. നിന്റെ അപ്പൻ അങ്ങനെ ചെയ്തതല്ലേ, നിന്റെ അമ്മ ഇങ്ങനെ ചെയ്തതല്ലേ, നിന്റെ കുടുംബം ഇങ്ങനെ ചെയ്തതല്ലേ, ഞങ്ങൾക്കറിയാം, നീയൊക്കെ ഒന്നും ഗതി പിടിക്കുകയല്ല, ഗുണം പിടിക്കുകയല്ല എന്ന് അവർ പറയുമ്പോൾ ഉടനെ തന്നെ തിരിച്ച് പറയരുത്. മറിച്ച് എന്ത് ചെയ്യണം? ശപിക്കുന്നവരെ അനുഗ്രഹിക്കണം. അടുത്തിരിക്കുന്ന ആളോട് അതൊന്ന് പറഞ്ഞു കൊടുത്തേ. ശപിക്കുന്നവരെ അനുഗ്രഹിക്കണം. ശപിക്കുന്നവരെ അനുഗ്രഹിക്കണം. എന്ത് ചെയ്യണം? അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. നിങ്ങളെ നാണം കെടുത്തുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളെക്കുറിച്ച് ഇല്ലാ കഥകൾ പറയുന്നവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. വളരെ പെയിൻഫുള്ളാണ്, വേദനാജനകമാണ്. പക്ഷേ ഇത് നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ മുതൽ നമ്മുടെ ഉള്ളിൽ നമ്മൾ അനുഭവിക്കുന്ന വലിയൊരു സമാധാനമുണ്ട്. നമ്മുടെ ജീവിത അവസ്ഥയ്ക്ക് വലിയൊരു വ്യത്യാസം സംഭവിക്കും. നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യൂ. ഇത് അയൽവാസി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വീടിന് തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് മാത്രമല്ല. നമ്മുടെ ജീവിതത്തിൽ ഒരുപക്ഷെ കൂടെ ജോലി ചെയ്യുന്ന വ്യക്തിയായിരിക്കും, നിങ്ങളുടെ ഇടവകയിൽ നിങ്ങളുടെ കൂടെ പള്ളിയിൽ വരുന്ന വ്യക്തിയായിരിക്കും. നിങ്ങളെക്കുറിച്ച് ഇല്ലാ കഥകൾ പറയും. നിങ്ങൾക്ക് വിഷമം തോന്നും. കാരണം എന്താ? നമ്മുടെ കൂടെ നടന്നിട്ട് നമ്മളെക്കുറിച്ച് ഇല്ലാ കഥ പറഞ്ഞു. അതാണ് നമുക്ക് വിഷമം. സങ്കീർത്തകനൊക്കെ പറയുന്ന പോലെ ശത്രുവാണ് ചെയ്തിരുന്നതെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇതാരാ? ഒരുമിച്ച് ഒരേ മേശയിൽ ഭക്ഷണം കഴിക്കുന്നവര് നിന്നെക്കുറിച്ച് ഇല്ലാ കഥകൾ പറയും. അപ്പൊ ഇത് കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് വല്ലാത്ത വിഷമം തോന്നും. നമ്മളെ അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. നിന്നെക്കുറിച്ച് ഇല്ലാ കഥകൾ പറയുന്നവർക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതേന്ന് എന്തോരം ഇല്ലാ കഥകളല്ലേ. നിങ്ങളുടെ മക്കൾ വിദേശങ്ങളിലുണ്ടല്ലോ, ആ മക്കളെ കുറിച്ചൊക്കെ എന്തൊക്കെ കഥകളായിരിക്കും നാട്ടിൽ പറഞ്ഞു വരുത്തുന്നത്. നിങ്ങളൊരു വീട് പണിയാൻ തുടങ്ങുമ്പോഴത്തേക്ക് എന്തെല്ലാം കഥകളായിരിക്കും പറയുന്നത്. നിങ്ങളൊരു വാഹനം മേടിക്കുമ്പോൾ എന്തെല്ലാം കഥകളായിരിക്കും പറയുന്നത്. നിങ്ങളുടെ വീട്ടിലൊരു കല്യാണം നടക്കുമ്പോൾ എന്തെല്ലാം കഥകളായിരിക്കും പറയുന്നത്. നിങ്ങൾക്കൊരു നല്ല ജോലി കിട്ടുമ്പോൾ എന്തെല്ലാം കഥകളായിരിക്കും പറയുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലതരത്തിൽ നമ്മളെക്കുറിച്ചില്ലാ കഥകൾ പറയുമ്പോൾ അധിക്ഷേപിക്കുന്നവർക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യം തിരിച്ച് അധിക്ഷേപിക്കാനല്ല, നന്നായി പ്രാർത്ഥിക്കാനുള്ള തീരുമാനം. വലതുകര ഉയർത്തിപ്പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 21-ാം തിരുവചനം. സെന്റ് പോൾസ് ലെറ്റർ ടു റോമൻസ് ചാപ്റ്റർ 12, 12-ാം അധ്യായം അതിൻ്റെ 21-ാം തിരുവചനം.
നല്ല വചനമാണ്. വായിച്ചോ. തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ. തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ. തിന്മയെ നന്മ കൊണ്ട് തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുവിൻ. കണ്ടോ, തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ. ആരെങ്കിലും നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിയുമ്പോൾ ഉടനെ തന്നെ അവര് പറഞ്ഞ വാക്കുകൾ കടിയിൽപ്പെട്ട് നിന്റെ ജീവിതം നീ നശിപ്പിക്കരുത്. പറഞ്ഞേ ആമേൻ, ആമേൻ. നിങ്ങളെക്കുറിച്ച് നാട്ടുകാര്, ചുറ്റുവട്ടത്തുള്ള അയൽവാസികൾ എന്തെങ്കിലും ഇല്ലാ കഥകൾ പറയുമ്പോൾ ആ കഥകൾ കേട്ട് നാണം കെട്ട് വീടിൻ്റെ അകത്ത് ചുരുണ്ടുകൂടി ഇരുന്ന് നിന്റെ ജീവിതത്തിന്റെ നന്മ നീ കളയരുത്. ഒച്ചത്തിൽ പറ ആമേൻ, ആമേൻ. വചനം പറയുന്നു, തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ. വലതുകരം ഉയർത്തി പറഞ്ഞേ, തിന്മ നിങ്ങളെ കീഴടക്കാതിരിക്കട്ടെ. തിന്മയെ നന്മ കൊണ്ട് കീഴടക്കുവിൻ. എന്ത് ചെയ്യണം? തിന്മയെ എങ്ങനെ കീഴടക്കണം? തിന്മയെ തിന്മ കൊണ്ടല്ല, മറിച്ച് തിന്മയെ നന്മ കൊണ്ട് കീഴടക്കണം. നന്മ കൊണ്ട് കീഴടക്കണം. അതാ പറഞ്ഞത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞത്. അവർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിലവിളിക്കാൻ. കാരണം വിശുദ്ധ ഗ്രന്ഥം നമ്മളെ പഠിപ്പിച്ചു, ഈ അയൽവാസിയെ അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നത് ആരാണ്? ദൈവമാണെന്ന്. ദൈവം ഒരു വലിയ ലക്ഷ്യത്തോടുകൂടെ അവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരിക്കുന്നതാ. ആ വ്യക്തിയുടെ, ആ കുടുംബത്തിന്റെ നിലപാടുകൾ നമ്മുടെ ജീവിതത്തിൽ അങ്ങേയറ്റം ആത്മീയ മേഖലയിൽ അഭിവൃദ്ധിക്ക് വേണ്ടി ദൈവം കൊണ്ടുവന്ന് അവിടെ നിർത്തിയിരിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തിന്മയെ നന്മ കൊണ്ട് കീഴടക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഹല്ലേലൂയ. ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവമുണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർത്തിക്കണം. ചെയ്യേണ്ട കാര്യം എന്താ? നമുക്ക് ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവമുണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർത്തിക്കണം. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കണം. അടുത്ത വചനം കൂടെ ഒന്ന് വായിച്ചോ. സർവോപരി എല്ലാറ്റിനെയും കൂട്ടിയിണക്കി പരിപൂർണമായ ഐക്യത്തിൽ ബന്ധിക്കുന്ന സ്നേഹം നിങ്ങൾ പരിശീലിക്കുവിൻ. കണ്ടോ, സ്നേഹം നമ്മൾ പരിശീലിക്കണം. അത് പ്രായോഗിക തലത്തിൽ പരിശീലിക്കേണ്ട ഒരു കാര്യമാണ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അത് നമ്മൾ പരിശീലിച്ചെടുക്കണം. പെട്ടെന്ന് കിട്ടുന്നൊരു കാര്യമല്ലെന്ന്. ഇപ്പൊ നമ്മൾ സൈക്കിൾ ചവിട്ടാൻ ഒറ്റ ദിവസം കൊണ്ട് സൈക്കിൾ ചവിട്ടാൻ പഠിക്കുവാണോ? അല്ല. പല ദിവസങ്ങൾ സൈക്കിൾ ചവിട്ടാൻ നമ്മൾ പരിശീലിച്ചെടുക്കുകയാണ്. നീന്തുന്നു, സ്വിമ്മിങ്, അത് പല ദിവസങ്ങൾ പരിശീലിച്ചെടുക്കുവാണ്. ഒരു വണ്ടി ഓടിക്കുവാൻ നമ്മൾ പരിശീലിച്ച് ട്രെയിനിങ് പരിശീലിച്ചെടുക്കുവാണ്. എന്നതുപോലെ തന്നെ സ്നേഹം നമ്മുടെ സ്വഭാവത്തിൽ നമ്മൾ പരിശീലിച്ചെടുക്കണം. അല്ലാതെ ഒറ്റയടിക്ക് കിട്ടുന്നതല്ല, മറിച്ച് അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കണം. ഓരോ പ്രവൃത്തിയിലൂടെയും നമ്മൾ അതിനുവേണ്ടി പരിശ്രമിക്കണം. ഹല്ലേലൂയാ. സ്നേഹം അനുഭവിക്കാൻ പരിശീലിക്കണം. സ്നേഹം പരിശീലിക്കണം. പറഞ്ഞു കൊടുത്തേ, സ്നേഹം പരിശീലിക്കണം. ഒറ്റയടിക്ക് കിട്ടത്തില്ലെന്ന്, അത് കിട്ടത്തില്ല. ഇപ്പോൾ നമ്മൾ ഒരു നല്ല കൊന്ത ചൊല്ലി പ്രാർത്ഥിച്ചു, നമ്മുടെ ഉള്ളിൽ നല്ല സ്നേഹം നിറഞ്ഞു. ഈ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് പുറത്തോട്ടിറങ്ങുമ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആള് നമ്മളോട് പറയുന്ന ചില കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഇത്രയും നേരം പ്രാർത്ഥിച്ചതൊക്കെ ആവിയായിട്ട് മുകളിലോട്ട് പോകരുത്. നമ്മൾ പരിശീലിക്കുകയാണ്, സ്നേഹം പരിശീലിക്കുകയാണ്. നമ്മളെക്കുറിച്ചില്ലാ കഥകൾ പറയുമ്പോൾ, നമ്മളെ വേദനിപ്പിക്കുന്ന കാര്യങ്ങൾ പറയുമ്പോൾ അത്രയും നേരം പ്രാർത്ഥിച്ച സ്നേഹം നമ്മുടെ ഉള്ളിലുണ്ട്. അവിടെ നമ്മളത് പ്രായോഗിക തലത്തിൽ സ്വീകരിക്കാൻ പോവാണ്, പരിശീലിക്കുന്ന സമയമാണ്. ഇങ്ങനെ പല 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 അനുഭവങ്ങളിലും നമ്മൾ ഇങ്ങനെ പ്രായോഗിക തലത്തിൽ പരിശീലിക്കണം. നിങ്ങളൊരു നല്ല കാര്യം ചെയ്തു, ഉടനെ എന്ത് ചെയ്യണം? നിങ്ങളെക്കുറിച്ച് ഇല്ലാ കഥകൾ ഇഷ്ടം പോലെ പറയും. കഴിഞ്ഞ ജനുവരി മാസത്തില് ഒരു പ്രസിദ്ധമായിട്ടുള്ള ദേവാലയത്തിലെ തിരുനാള്, ഒരു കുടുംബം, അവര് വിദേശത്തൊക്കെ താമസിക്കുന്നവരാണ്. അവർക്ക് അവരുടെ കുടുംബത്തിന്റെ ഒരു അഭിമാനം എന്ന നിലയിൽ അവർ തിരുനാൾ ഏറ്റെടുത്ത് നടത്തി. അല്ലേ, തിരുനാൾ ഏറ്റടക്കം നടത്തി, തിരുനാളെ കെങ്കേമമായി. ഈ വീട്ടുകാരെന്നോട് പറഞ്ഞത് എന്താണെന്നറിയാവോ?
തിരുനാളൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു ഈ കുടുംബം നല്ല സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ ആ കുടുംബാംഗങ്ങളോട് ചോദിച്ചപ്പോൾ ആ കുടുംബാംഗങ്ങൾ പറഞ്ഞു, അച്ഛാ ഈ ഇടവകയിലുണ്ടല്ലോ കുറേ പേര് ഞങ്ങൾക്കെതിരെ ഇല്ലാ കഥകൾ പറഞ്ഞു. ഞങ്ങൾ ഈ പള്ളിപ്പെരുന്നാൾ നടത്തിയത് ഞങ്ങൾ അവിടുന്ന് ഇവിടുന്നും പണം മോഷ്ടിച്ചോണ്ട് വന്നിട്ടാണെന്നും മറ്റുള്ളവരെ പറ്റിച്ചിട്ടാണെന്നും ഞങ്ങളെക്കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞു. തിരുനാൾ നടത്തി സന്തോഷം ഉണ്ടാവേണ്ട കുടുംബം ഇന്ന് ദുഃഖിച്ചിരിക്കുന്നു, ഇന്ന് വിഷാദിച്ചിരിക്കുന്നു. തങ്ങളെക്കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞവരാരാണെന്ന് തപ്പിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ഇവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ അടുത്ത തലമുറയിൽപ്പെട്ട ഒരു ജെൻസി ആയിട്ടുള്ള ഒരുത്തൻ അവൻ്റെ ലാപ്ടോപ്പും പിടിച്ചുകൊണ്ട് മുമ്പോട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞു, അച്ഛാ നോക്കിക്കേ, ദേ ഫേസ്ബുക്കിൽ ഇയാളാണ് ഞങ്ങളെക്കുറിച്ച് ആദ്യത്തെ വീഡിയോ ഇട്ടത്. അച്ഛാ എനിക്ക് കിട്ടിയ ആളെ കിട്ടി. ദേ ഇതിൻ്റെ താഴത്തുള്ള കമൻറ്റ് നോട്ട് ചെയ്തേ. അടുത്തിരിക്കുന്ന ഒരുത്തനോട് പറയും, ഇത് നോട്ട് ചെയ്തേ, ഇവന്മാരാണ് കമൻറ്റ് എഴുതിയിരിക്കുന്നത്, ഇവന്മാരെയൊക്കെ നോട്ട് ചെയ്തേ, ഇവർക്കെതിരെ നമ്മൾ ആക്ഷൻ എടുക്കണം. ഇവന്മാരാണ് ഞങ്ങൾക്കെതിരെ കഥകളുണ്ടാക്കിയത്. എൻ്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. നമ്മൾ അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ പോകാൻ നിനക്ക് ആരോഗ്യമുണ്ടോ? ഇപ്പം തന്നെ ക്ഷീണിച്ചിരിക്കുന്നത്, ഇനി ആരോഗ്യം. നമ്മളെ വേദനിപ്പിക്കുന്നവരെ, നമുക്കെതിരെ ഇല്ലാ കഥകൾ പറയുന്നവർക്കെതിരെ യുദ്ധം ചെയ്യാൻ നിനക്ക് ശേഷിയൊന്നും ഇല്ലെന്ന്, നീ അതിൻ്റെ പുറകെ പോകണ്ടെന്ന് വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് കൃത്യമായിട്ട് പഠിപ്പിക്കുന്ന കാര്യം എന്താ? ഒരാൾക്ക് മറ്റൊരാളോട് പരിഭവമുണ്ടായാൽ പരസ്പരം ക്ഷമിച്ച് സഹിഷ്ണുതയോടെ വർത്തിക്കണം. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കണം. നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ. കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്കുതകം വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവിൻ. നമുക്കില്ലാത്ത ഒരു കാര്യം പൗലോസ്ലീഹ പറയുകയാണ്, ഇത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. എന്ത് പ്രാക്ടീസ് ചെയ്യണം? നമ്മുടെ സംസാര ശൈലിയെ നമ്മളൊന്ന് ശരിയാക്കണം. നമ്മൾ സംസാരിക്കുമ്പോൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന്. വല്ല ശ്രദ്ധയുണ്ടോ? ഓ എന്ത് ശ്രദ്ധ, എനിക്ക് തോന്നണത് ഞാൻ അങ്ങോട്ട് പറയും. അങ്ങനെയല്ലെന്ന്. നമ്മളൊരു കാര്യം സംസാരിക്കുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. വചനം പറയുന്നത് എന്താണ്? കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതായിരിക്കണം. ഒന്നാമത്തെ കാര്യം എന്താണ്? ആത്മീയ ചൈതന്യം. നമ്മുടെ സംഭാഷണം വഴി എന്തെങ്കിലും ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നുണ്ടോ? അതിപ്പോൾ ഞങ്ങളുടെ സംസാരം അങ്ങനെയുള്ളതൊന്നും അല്ലച്ച. ഞങ്ങളുടെ സംസാരം നാട്ടുവർത്തമാനം, ഞങ്ങളുടെ സംസാരം നാട്ടുകാര്യം, ഞങ്ങളുടെ സംസാരം ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതായിരിക്കണമെന്ന്. എന്തെങ്കിലും ഒരു സ്പിരിച്വൽ ബെനഫിറ്റ് അതുവഴി ഉണ്ടായിരിക്കണം. ഇല്ലെങ്കിൽ മിണ്ടാൻ പോകരുതെന്ന്. ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതായിരിക്കണം. എന്നിട്ട് എന്താ അടുത്ത കാര്യം? അവരുടെ ഉന്നതിക്കുതകും വിധം, അവർക്ക് അനുഗ്രഹപ്രദമാവുന്ന കാര്യം, ഉന്നതിക്കുതകും വിധം എന്തു ചെയ്യണം? നല്ല കാര്യങ്ങൾ. എങ്ങനെയുള്ള കാര്യങ്ങൾ? നല്ല കാര്യങ്ങൾ. എങ്ങനെയുള്ള കാര്യങ്ങൾ? നല്ല കാര്യങ്ങൾ എന്ത് ചെയ്യണം? സന്ദർഭമനുസരിച്ച് സംസാരിക്കണം. ഓ അതിച്ചിരി ബുദ്ധിമുട്ടാണ്. നമ്മുടേത് സന്ദർഭവും ഒന്നുമില്ല, നമ്മളത് അങ്ങോട്ട് പറയുന്നു. വചനം പറയുന്നു സന്ദർഭമനുസരിച്ച് സംസാരിക്കണം. ഓരോ കാര്യവും സംസാരിക്കുമ്പോൾ പ്രത്യേകിച്ച് അയൽവാസികളോടുള്ള ബന്ധത്തിൽ നമുക്കൊരു ശ്രദ്ധ വേണമെന്ന്. ശ്രദ്ധ വേണം. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളുകൾക്ക് മുമ്പൊക്കെ ആയിരുന്നെങ്കിൽ അയൽവാസികളൊക്കെ ഒരുമിച്ച് കൂടി അല്ലെ, പ്രത്യേകിച്ച് ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുള്ള വൈകുന്നേരങ്ങളിലൊക്കെ സ്ത്രീജനങ്ങളൊക്കെ അടുത്തടുത്ത വീടുകളൊക്കെ ഉള്ളവർ അവരൊക്കെ ഒരുമിച്ച് കൂടിയിരുന്നു. അവർ കൊച്ചുവർത്തമാനം പറയുന്ന സ്നേഹത്തിൻ്റെയൊക്കെ ഒരു ശൈലി ഉണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ എല്ലാം മതിൽ കെട്ടി തിരിച്ചു. ഓരോ സ്ഥലത്തും ചിന്തിച്ചാൽ മതി, ഓരോ ദേശത്തും ചിന്തിച്ചാൽ മതി, അവരവരുടേതായ ജീവിത ശൈലിയിലോട്ട് മാറി. ഇപ്പോൾ എല്ലാവരും ഇരുന്നുകൊണ്ട് സംഭാഷണം നടത്തുന്നത് എവിടെ ഇരുന്നുകൊണ്ടാണ്? മൊബൈലിൽ കുത്തിക്കൊണ്ടാണ്. ചില ഗ്രൂപ്പുകളിലാണ്. ഇവിടെ ഇരിപ്പുണ്ടാവും, പല ഗ്രൂപ്പുകാരുടെയും അഡ്മിന്മാരൊക്കെ ഇരിപ്പുണ്ടാവും. അച്ഛാ എൻ്റെ പണി, ഞാൻ 10 ഗ്രൂപ്പിൻ്റെ അഡ്മിനാണ് അല്ലേ. നാളൊരു ചെറുക്കൻ കല്യാണാലോചന വന്നു. അവൻ്റെ കല്യാണാലോചന വന്നപ്പോൾ അവൻ്റെ ക്വാളിഫിക്കേഷൻ അന്വേഷിച്ചപ്പോഴാണ് അവൻ്റെ ക്വാളിഫിക്കേഷൻ അവൻ 10 ഗ്രൂപ്പുകളുടെ അഡ്മിനാണ്. ഇതാണ് അവൻ്റെ തൊഴിൽ. മനസ്സിലാവുന്നുണ്ടോ ആവോ? അതായത്
ഈ രാവിലെ മുതൽ ഇരുന്നുകൊണ്ട് നാട്ടുകാര്യങ്ങൾ മുഴുവൻ ഇരുന്നുകൊണ്ട് ആ അച്ഛൻ്റെ കാര്യം, ഈ കന്യാസ്ത്രീയുടെ കാര്യം, ആ പഞ്ചായത്തിലെ കാര്യം, ആ പള്ളിയിലെ കാര്യം, അവിടെ നടന്ന കാര്യം, ഇവിടെ നടന്ന കാര്യം, പൊടിപ്പും തെങ്ങലും വെച്ച് ഇതിങ്ങനെ എഴുതി എഴുതി മറ്റുള്ളവരുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. വചനം പറയുന്നു, ഒന്നും കൂടെ ശ്രദ്ധിച്ചോളൂ. നിങ്ങളുടെ അധരങ്ങളിൽ നിന്ന് തിന്മയുടെ വാക്കുകൾ പുറപ്പെടാതിരിക്കട്ടെ, കേൾവിക്കാർക്ക് ആത്മീയ ചൈതന്യം പ്രദാനം ചെയ്യുന്നതിനായി അവരുടെ ഉന്നതിക്കുതകും വിധം നല്ല കാര്യങ്ങൾ സന്ദർഭമനുസരിച്ച് സംസാരിക്കുവിൻ. ശ്രദ്ധി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ട ദൈവജനമേ, നമ്മളിപ്പോൾ സംസാരിച്ചത് എങ്ങനെ നമ്മുടെ അയൽവാസികളോട് നമ്മൾ പെരുമാറണം എന്നുള്ള ഒരു വിഷയത്തെക്കുറിച്ചാണ്. നമ്മളൊക്കെ ജീവിക്കുന്ന സാഹചര്യങ്ങളിൽ നാട്ടിൻപുറത്തുള്ളവര്, ഫ്ലാറ്റിൽ താമസിക്കുന്നവര് ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം, തൊട്ടടുത്തുള്ള ആളുകളോടുള്ള നമ്മുടെ പെരുമാറ്റം നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ജീവിതത്തിൽ ആ കാര്യത്തിലൊരു ശ്രദ്ധ വന്നാൽ നമുക്ക് വലിയ അനുഗ്രഹം കിട്ടും. അതുകൊണ്ടാണ് ജോബ് പഠിപ്പിച്ചത്, അയൽവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോൾ നഷ്ടപ്പെട്ടതെല്ലാം ജോബിന് ഇരട്ടിയായി ദൈവം കൊടുത്തു. ഓൺലൈനൊക്കെ പങ്കെടുക്കുന്ന ഒരു എഴുന്നേറ്റ് നിൽക്കാൻ പൊങ്കിൽ എഴുന്നേറ്റ് നിന്ന് 2 കരങ്ങളൊന്ന് സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിച്ച്, യേശുവെടുത്ത നിലപാട് ഈ ശുശ്രൂഷ സമയത്ത് നിനക്കും ഉണ്ടാവട്ടെ. അയൽവാസികളെ സ്നേഹിക്കാൻ, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അവരോട് ക്ഷമിക്കാൻ, കരുണയോടെ പെരുമാറാനുള്ള തീരുമാനം. 2 കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഒരല്പസമയം യേശുവേന്ന് വിളിച്ച് എല്ലാവരും ഒന്ന് സ്തുതിക്കട്ടെ. ഓ കർത്താവേ, ഓ കർത്താവേ, ഞങ്ങളൊരു തീരുമാനം എടുക്കുന്നു. ക്ഷമിക്കാനും പൊറുക്കാനുമുള്ള തീരുമാനം, ഒരു പുത്തൻ അഭിഷേകത്തിന്റെ തീരുമാനം. കർത്താവേ, ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ഒന്ന് സ്തുതിച്ച് ഈശോയേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. ഓ കർത്താവേ, ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങളുടെ അയൽവാസികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കർത്താവേ, ആ കേസിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും തരത്തിൽ വെറുപ്പിലും വൈരാഗ്യത്തിലുമാണെങ്കിൽ ആ മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഏതെങ്കിലും കുടുംബത്തിൽ നിങ്ങൾ പ്രവേശിക്കാതെ ഇപ്പോഴും വൈരാഗ്യ മനോഭാവത്തിലാണെങ്കിൽ ആ മേഖലകളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ അത്ഭുതകരമായ ശക്തി വെളിപ്പെടട്ടെ. ഒരു പുതിയ അഭിഷേകം കർത്താവ് വെളിപ്പെടട്ടെ. ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു. ആരാധന, 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 ആരാധന പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. ആമേൻ, ആമേൻ, ആമേൻ. നമുക്കെല്ലാവർക്കും മുട്ടുകുത്താം. പരിശുദ്ധാരാധനയിൽ നമ്മളിപ്പോൾ പ്രാർത്ഥിച്ച ഈ വിഷയത്തെ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രായോഗിക തലത്തിൽ സ്വീകരിക്കേണ്ട കാര്യമാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ ഓർമ്മയിൽ കൊണ്ടുവന്നത്. കർത്താവെ, ക്ഷമിക്കാനും പൊറുക്കാനുമുള്ള തീരുമാനം, ഞങ്ങളുടെ അയൽവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള തീരുമാനം. കരങ്ങൾ കൂപ്പി മുട്ടുകുത്തി നമുക്ക് ഒരുമിച്ച് ആരാധനയുടെ ഗീതം ചേർന്ന് പാടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അൾത്താരയിലുള്ളവനെ ആരാധിക്കാം. ചേർന്ന് നടുകൈയടിച്ച് വിശ്വസിച്ച്, ഓ കർത്താവേ, അങ്ങയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു, വിശ്വസിക്കുന്നു, ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ചെങ്കടൽ പിളർന്നുയർന്നു വഴി നടത്തും ഇസ്രായേലിൻ ദൈവത്തിന് ആരാധന. മരുഭൂമിയിൽ മന്ന നൽകിടും സൈന്യത്തിൻ നായകന് ആരാധന. ചെങ്കടൽ പിളർന്നുയർന്നു വഴി നടത്തും ഇസ്രായേലിൻ ദൈവത്തിന് ആരാധന. ആരാധന. ചെങ്കടൽ പിളർന്നുയർന്നു വഴി നടത്തും ഇസ്രായേലിൻ ദൈവത്തിന് ആരാധന. മരുഭൂമിയിൽ മന്ന നൽകിടും സൈന്യത്തിൻ നായകന് ആരാധന. ചെങ്കടൽ പിളർന്നുയർന്നു
ആമേൻ. മരുഭൂമിയിൽ മന്ന നൽകിടും സൈന്യത്തിൻ നായകന് ആരാധന. മേഘത്തൂണൈ തണലായി അഗ്നിസ്തംഭം കാവലായി നടത്തിയിടുന്നാഥന് ആരാധന. മേഘത്തൂണായി തണലായി അഗ്നിസ്തംഭം കാവലായി നടത്തിയിടും നാഥന് ആരാധന. രണ്ട് കരങ്ങളും ശിരസിലൊന്ന് കമഴ്ത്തി വെച്ച് ഒത്തിരി ദൈവമക്കളെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. ഒത്തിരി കുടുംബങ്ങളിലേക്ക് കർത്താവ് നഷ്ടപ്പെട്ടു പോയ അഭിഷേകം തിരിച്ചു നൽകുന്നുണ്ട്. അത് വിശ്വസിച്ച് പ്രാർത്ഥിച്ചോണേ, വിശ്വസിച്ച് പ്രാർത്ഥിച്ചോണേ. രണ്ട് കരങ്ങൾ ശിരസിൽ ഇങ്ങനെ കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. ഇന്ന് നമ്മുടെ കുടുംബത്തിൽ അനുഭവിക്കുന്ന തകർച്ചകൾക്ക് അയൽവാസികളാണ് കാരണമെന്ന് നീ ഏതെങ്കിലും തരത്തിൽ ചിന്തിക്കുന്നുണ്ടെങ്കിൽ കർത്താവ് ഈ നിമിഷം നിന്നോട് പറയുന്നു, അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. കർത്താവ് അത്ഭുതകരമായി ഓരോ വ്യക്തിയിലും ഇടപെടുന്നു. കർത്താവ് അത്ഭുതകരമായ ദൈവകൃപകൾ ചൊരിയുന്നു. ഒരു മണ്ണിനോട് ബന്ധപ്പെട്ട്, ഒരു സ്ഥലം വിൽപ്പനയോട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു ഭാരത്തിൽ കർത്താവ് അത്ഭുതകരമായിട്ട് ഇടപെടുന്നു. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ. നാളുകളായിട്ട് നിലനിൽക്കുന്ന ഒരു അയൽവാസിയുടെ ഒരു പോലീസ് സ്റ്റേഷനിൽ വന്ന് കിടക്കുന്നൊരു കേസ് കെട്ടാണ്, ഒരു മരം മുറിയോട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു കേസാണ്. കർത്താവ് ആ വിഷയത്തിൽ ഇടപെടുന്നു. സ്നേഹിക്കാൻ കർത്താവ് പറയുന്നു, നീ സ്നേഹിച്ചാൽ, നീ ക്ഷമിച്ചാൽ അത്ഭുതങ്ങൾ സംഭവിക്കും. നിനക്ക് നഷ്ടപ്പെടാനൊന്നും ഇല്ലെന്നേ നിനക്ക് തോന്നും, ഇതൊക്കെ നഷ്ടമല്ലേ? എന്നാൽ നഷ്ടമല്ല, നഷ്ടമല്ല. നീ ഒരു ആത്മാവിനെ നേടിയെടുക്കുന്നതാണ്. വലിയൊരു സമാധാനം തലമുറയായിട്ട് നിന്റെ കുടുംബത്തിൽ ഉണ്ടാകും. നിന്നെക്കുറിച്ച് ഇല്ലാ കഥകൾ പറഞ്ഞവരോടൊക്കെ ക്ഷമിക്കാനും പൊറുക്കാനും ഓ കർത്താവെ സമർപ്പിക്കുന്നു. രണ്ട് കരങ്ങളും അങ്ങനെ ശിരസിൽ കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ വീടിന് ചുറ്റും താമസിക്കുന്ന ഓരോരുത്തരുടെയും മുഖം മനസ്സിൽ കാണണം. ഓരോരുത്തരുടെയും മുഖം നിങ്ങളുടെ വീടിന് അതിർത്തിക്ക് ചുറ്റും നിങ്ങൾ നടക്കുന്നതായിട്ട് നിങ്ങൾ മനസ്സിൽ കാണുക. നിങ്ങളുടെ ഫ്ലാറ്റിന് തൊട്ടടുത്ത് താമസിക്കുന്ന വ്യക്തികളുടെ അവരുടെ ഒരു പക്ഷേ പേര് പോലും അറിയണമെന്നില്ല. ഓൺലൈനിലൊക്കെ പങ്കെടുക്കുന്ന, വിദേശ രാജ്യങ്ങളിലൊക്കെ പങ്കെടുക്കുന്ന അനേകരുണ്ടല്ലോ. തൊട്ടടുത്ത് താമസിക്കുന്നവർ ആരാണെന്ന് പോലും അറിയത്തില്ല. പക്ഷേ നീ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു കടമയുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളുടെ, അനാചാരങ്ങളുടെ, വിഗ്രഹ ആരാധനകളുടെ, മന്ത്രവാദത്തിൻ്റെ, കൂടോത്രത്തിൻ്റെ പിടിയിലാണ് നിന്റെ അയൽവാസ ബന്ധങ്ങളെങ്കിൽ ആ മേഖലകളെ സമർപ്പിക്കുക. നിന്റെ വീട്ടിലേക്കുള്ള വഴി സമർപ്പിക്കുക. കർത്താവേ, എൻ്റെ വീടിനേക്കുള്ള വഴി, എൻ്റെ അയൽവാസികളെ അനുഗ്രഹമാക്കി മാറ്റണമേ. ഒരു പുതിയ അഭിഷേകം അവരിലേക്ക് ചൊരിയണമേ. അബ്രാഹത്തെ അനുഗ്രഹമാക്കിയതുപോലെ കർത്താവ് ഞങ്ങളെയും അനുഗ്രഹിക്കണമേ. നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ച് നമ്മുടെ ജീവിതത്തെ കർത്താവിന് സമർപ്പിക്കുക. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുക. അതിനുശേഷം മുട്ടുകുത്തുക. ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ പോകുന്ന സമയമാണ്. ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മേൽ കർത്താവ് അത്ഭുതകരമായിട്ട് ഇടപെടുകയാണ്. ഒത്തിരി ദൈവമക്കള്, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഒത്തിരി ദൈവമക്കള് അത്ഭുതകരമായ വിടുതൽ പ്രാപിച്ചുകൊണ്ടാണ് ആയിരിക്കുന്നത്. നിങ്ങളുടെ മേൽ കർത്താവിൻ്റെ ഒരു കരുണയുണ്ട്. അതുകൊണ്ടാണ് ഈ ശുശ്രൂഷയിൽ നിങ്ങൾ പങ്കെടുക്കുന്നത്. കർത്താവെ, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ അയൽവാസികളോട് സ്നേഹത്തോടെ, പ്രാർത്ഥനയോടെ പെരുമാറാൻ ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഈ സ്നേഹം എന്നും നിലനിർത്താനുള്ള കൃപ നൽകണമേ. എന്തെങ്കിലും അസ്വസ്ഥതകളുണ്ടെങ്കിൽ കർത്താവ് അതെടുത്ത് മാറ്റട്ടെ. ഒരു പുതിയ അഭിഷേകം നൽകണമേ. വിശ്വാസത്തോടെ കരങ്ങൾ കൂപ്പി നമുക്ക് ഒരുമിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. ആരാധന ആരാധന യേശുവേ ആരാധന. ആരാധന ആരാധന യേശുവേ ആരാധന. ആരാധന ആരാധന യേശുവേ ആരാധന. ആരാധന ആരാധന യേശുവേ ആരാധന. യേശുവേ ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന.